ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ഞാൻ വന്നേക്കുന്നത് എൻ്റെ കാര്യം തന്നെ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ്. അതായത് ഞാൻ ഇന്ന് സിസ്റ്റർ വിളിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു, മോള് വിളിച്ചിരുന്നു, അന്നേരം അവിടെ എവിടെ ഇൻ്റർവ്യൂവിന് പോകണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്താ സീരിയൽ അഭിനയമൊക്കെ നിർത്തിയെന്ന് ചോദിച്ചു. അറിയില്ലടി എന്നോട് പറഞ്ഞ്, അവൾ എന്തോ ഇൻ്റർവ്യൂവിന് പോകുമെന്ന് പറഞ്ഞു. പക്ഷേ ഒരാൾ ജോലി ചെയ്യുന്നതുകൊണ്ട് തെറ്റോ ഒന്നുമില്ല, നല്ലത് തന്നെയാണ്. ഒരു കുടുംബത്തിലെ ആണും പെണ്ണും ഒരുമിച്ച് വർക്ക് ചെയ്താൽ ഒരു കുടുംബം കൊണ്ടുപോകത്തുള്ളൂ, അതൊക്കെ എനിക്കറിയാം. പക്ഷേ ഒരു അമ്മയെന്നുള്ള രീതിയിൽ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാരണം എൻ്റെ മകൾ എന്നൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതും എനിക്കിഷ്ടവും. കാരണം അവളെ ഞാൻ അങ്ങനെ തന്നെയാണ് നോക്കിയത്. അന്നേരം അവൾ ഈ സീരിയൽ 5 വർഷം അവൾ ഈ ഫീൽഡിൽ വന്നിട്ട്, ഈ 5 വർഷത്തിൽ അവൾ ഒരു 1 ഇയർ ഈ ഫീൽഡിൽ നിന്ന് മാറി നിന്ന്. കാരണം പുള്ളിക്കാരിക്ക് ചില സ്വഭാവങ്ങളാണ്. അന്നേരം മതി ഇത് മാറിയപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ മാറി നിൽക്കുക. ഞാൻ പറഞ്ഞാൽ ശരി, ഓക്കെ. അന്നേരം അന്ന് അവൾക്ക് ഒരു ബോറടിക്കണ്ട എന്ന് വിചാരിച്ച് അന്ന് അവൾക്ക് ഐഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ EMI അടയ്ക്കണമെന്ന് വിചാരിച്ച് അവൾ നമ്മുടെ പുറത്തേക്ക് പോകുന്ന കുട്ടികൾക്ക് അവരുടെ ഇൻ്റർവ്യൂവിന് ട്രെയിനിങ് കൊടുക്കും. അങ്ങനെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവൾ ചെന്ന് വീട്ടിൽ നിന്ന് ഓൺലൈൻ ക്ലാസ് എടുക്കുമായിരുന്നു. അവർക്കറിയാം ഇവൾ ആക്ടറാണെന്ന്. ഓൺലൈൻ ക്ലാസ് എടുക്കുമായിരുന്നു. അതുപോലെ കുറേ കുട്ടികൾക്ക് US, കാനഡ അങ്ങനെയുള്ള പല രാജ്യങ്ങളിലേക്ക് പോകുന്ന പിള്ളേർക്ക് ഇൻ്റർവ്യൂവിന് അവർക്ക് ട്രെയിനിങ് കൊടുക്കുമായിരുന്നു. അതിൻ്റെ പുള്ളിക്കാരിയുടെ ഒരു ഇൻകത്തിന് വേണ്ടിയിട്ട് പുള്ളിക്കാരി ചെയ്യുന്നുണ്ട് ഒരു 1 ഇയർ. പിന്നെ അത് കഴിഞ്ഞ് പുള്ളിക്കാരി വീണ്ടും സീരിയൽ ഫീൽഡിലേക്ക് പോയി. പുള്ളിക്കാരി പിന്നെയും ബിസിയായി. അന്നേരം ആ സമയത്ത് അവൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതൊരു 3-4 വർഷം നിന്ന റിലേഷൻഷിപ്പാണ്. പക്ഷേ അവർ തമ്മിൽ ഒരു ചെറിയ ഇഷ്യൂസ് ഉണ്ടായി, അവർ തമ്മിൽ പിരിഞ്ഞു. അതിന് ഇപ്പോൾ അവളുടെ പാർട്ട്ണർക്കും ഇതേ കണക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അവരൊരു 3-4-5 വർഷം ഒരുമിച്ച് താമസിച്ചവരാണ്, എല്ലാമാണ്. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത് ഒറ്റ കാര്യമാണ്. അവളൊരു സെലിബ്രിറ്റിയാണ്, ഇല്ലെങ്കിൽ അവൾ ഈ ഒരു സ്റ്റാറ്റസിൽ നിൽക്കുന്നൊരു വ്യക്തിയാണെന്ന് അറിഞ്ഞിട്ടല്ലേ അവളുടെ പാർട്ട്ണർ അവളുടെ അടുത്ത് വന്നത്. അപ്പം അവളെ ആ ലെവലിൽ നോക്കേണ്ട ഉത്തരവാദിത്വം, അവളെ ഒന്നുമില്ലെങ്കിൽ ആ ലെവലിലാക്കേണ്ട ഉത്തരവാദിത്വം ആ വ്യക്തിക്കില്ലേ? ചോദിക്കുക. കാരണം അവള് ഈ അലഞ്ഞു തിരിഞ്ഞ് നടന്നതോ ഇല്ലെങ്കിൽ ഒന്നും നടന്ന ഒരു പെൺകുട്ടിയല്ല. ഒരു ഫാമിലിയിൽ എല്ലാവർക്കും കണ്ണിലുണ്ണിയായിട്ട് വളർത്തിക്കൊണ്ട് വന്ന ഒരു വ്യക്തിയാണ്. മറിച്ച് ആ വ്യക്തിനെ ആ ലൈഫിലോട്ട് കൊണ്ട് ചെല്ലുമ്പം ആ കൂടെ കൊണ്ടുവന്ന പാർട്ട്ണർക്കൊരു ഉത്തരവാദിത്വ ബോധം വേണ്ടേ? കാരണം അവൾ ഇറങ്ങി വന്നിരിക്കുന്നതാണ് എൻ്റെ കൂടെ. അന്നേരം തീർച്ചയായിട്ടും അവളുടെ ഫാമിലിയുടെ മുമ്പിൽ ഞാൻ അവളെ അന്തസ്സായിട്ട് നോക്കണം എന്നൊരു ഉത്തരവാദിത്വ ബോധം ഉണ്ടല്ലോ. അത് ആ വ്യക്തിക്ക് ഇല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മറിച്ച് അവരുടെ വീട്ടിലുണ്ടല്ലോ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുണ്ട്, അവരമ്മയുണ്ട്. പിന്നെ അമ്മ കല്യാണം കഴിച്ച സ്ത്രീയാണ്. അന്നേരം അവർക്കും അറിയാമല്ലോ എൻ്റെ മകനോടൊപ്പം ഇറങ്ങി വന്ന ഒരു പെൺകൊച്ചിന് അല്ലെങ്കിൽ ആ ലെവല എൻ്റെ മകൻ നോക്കണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വ ബോധം ആ ഫാമിലിക്കും ഉണ്ടല്ലോ. എനിവേ, എന്തിരുന്നാലും ഞാൻ പറയുകയാണ്. പക്ഷെ എൻ്റെ മകൾ ചെയ്ത ആ ഒരു വലിയൊരു തെറ്റ് തന്നെയാണ്. പക്ഷെ അവളിപ്പോൾ അറിയത്തില്ല അവൾ ചെയ്തത് എത്രത്തോളം അവൾക്ക് എഫക്റ്റ് ചെയ്യുമെന്ന് അവളിപ്പോൾ അറിയത്തില്ല. കാരണം ഞാൻ എൻ്റെ മകളും ചില ഒറ്റ കാര്യത്തിലാണ്. കാരണം അവൾക്ക് ഈ പൂച്ചേനെയും പട്ടീനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒരിക്കലും എനിക്കതിനെ ഇഷ്ടമല്ല. എനിക്കും എൻ്റെ ബ്രദറിനും അത് ഉൾക്കൊള്ളാനേ പറ്റത്തില്ല. കാരണം ഞങ്ങൾ ഇങ്ങനെ പൂച്ചയും പട്ടിയുള്ള ഒരു വീടുകളിൽ പോകാൻ അങ്ങ് പേടിയാണ്. ഒന്നാമത്തെ കാര്യം, എനിക്കും എൻ്റെ ബ്രദറിനും ഭയങ്കര പേടിയാണ്. പട്ടീനെയും ഒക്കെ ഭയങ്കര പേടിയാണ്. എന്നിട്ട് ഞങ്ങൾ ഇതൊക്കെ ഉള്ളൊരു വീട്ടിൽ ഞങ്ങൾ പോകാറ് പോലുമില്ല, ഉള്ള സത്യം പറയാമല്ലോ. അന്നേരം അവരൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്കറിയാം, വരെ സോഫയിലൊക്കെ ഇതിൻ്റെ രോമങ്ങൾ കിടക്കുന്നതും. കാരണം ഈ ശ്വാസം മുട്ടൽ, ഈ ആസ്മയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇതൊന്നും പറ്റില്ല. എനിക്കാണെങ്കിലും പൊതുവെ ശ്വാസം മുട്ടലുള്ള ആളാണ്. എനിക്ക് പെട്ടെന്ന് അലർജി ആവുന്നൊരു ബോഡിയാണ് എൻ്റെത്. എന്നിട്ട് എനിക്കിതൊന്നും പറ്റില്ല. അന്നേരം ചെറുതിലെ മുതലേ അവൾക്ക് ഈ ഇങ്ങനെയുള്ള ഇതിനോട് ഭയങ്കര താല്പര്യമാണ്. പക്ഷെ ഞങ്ങൾ തമ്മിൽ ആ ഒറ്റ കാര്യത്തിനേ ഉള്ളായിരുന്നു ചേർന്ന് പോകാത്തത്. എനിക്കതിന് താല്പര്യമില്ല. പക്ഷെ അവൾ എപ്പോഴെങ്കിലും അവൾക്ക് സെപ്പറേറ്റ് ആകുമ്പം, ഇല്ലെങ്കിൽ അവൾ കല്യാണം കഴിച്ച് പോകുമ്പം ഇതിനെ വളർത്തിക്കോളാൻ ഞാൻ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് അവളുടെ ഇഷ്ടം. പക്ഷെ ഇപ്പം തന്നെ എന്താ പറയുക, പൂച്ചയും പട്ടിയെല്ലാം കയ്യിലുണ്ട്. ഇപ്പം അവരുടെ ഫാമിലിയിലല്ല താമസിക്കുന്നത്, സെപ്പറേറ്റ് ഒരു വീടെടുത്താണ് താമസിക്കുന്നത്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, ഈ പൂച്ചയ്ക്കും
പട്ടിക്കും വെച്ച് വിളമ്പാനാണോ ഇവിടുന്ന് ഈ കൊച്ച് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ഫൈറ്റ് ചെയ്ത് ആ ഒരു വ്യക്തിയിലൂടെ പോയത്? ആ വ്യക്തിക്കും ഒരു ഉത്തരവാദിത്ത ബോധവും കാര്യങ്ങളും വേണമല്ലോ, തീർച്ചയായിട്ടും വേണം. കാരണം അവളൊരു സീരിയൽ ആർട്ടിസ്റ്റാണ്, ഇല്ലെങ്കിൽ അവൾ ഒരു സിനിമയും ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരി. സീരിയൽ ആർട്ടിസ്റ്റാണ്, നല്ലോണം അഭിനയിക്കാൻ കഴിവുള്ള കുട്ടിയാണ്. അതൊരു അവളെ അതിനൊന്നും വിടാതെ, ഇല്ലെങ്കിൽ അതിനൊന്നും അവളെ ഇത് ചെയ്യാതെ നീ ഒരു ജോലിക്ക് പോ, മാസ ശമ്പളമുള്ള ജോലിക്ക് പോ എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞു വിടുമ്പം ആലോചിക്കണ്ടേ, ഞാൻ ചെയ്യുന്ന തെറ്റാണ്, അവൾ ജീവിച്ചത് എന്ത് രീതിയിലാണ്, പക്ഷെ ഞാനിപ്പോൾ അവളെ കൊണ്ടുവന്ന് കഷ്ടപ്പെടുത്തുകയാണ് എന്ന് ചിന്തിക്കണ്ടേ? കുറേ എന്താ പറയുക, കുറേ മുഖവും എനിക്ക് കുറേ ഷർട്ട് ഇട്ട് നടന്നാൽ അതൊന്നും ലൈഫാവില്ല. പക്ഷെ കൂടെ വരുന്ന പാർട്ട്ണറെ നോക്കാനുള്ള ഉത്തരവാദിത്ത ബോധം വേണം, തീർച്ചയായിട്ടും വേണം. ഇപ്പം ഞാനിപ്പോൾ ഒരാളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അയാൾക്ക് എന്നെ നോക്കാനുള്ള ഉത്തരവാദിത്ത ബോധം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കല്യാണം കഴിക്കാവുള്ളൂ. ഇല്ലെങ്കിൽ അവരവരെ വഴിക്ക് വിട്ടേക്കണം, എവിടെയെങ്കിലും ജീവിച്ചു പോട്ടെന്ന് വിചാരിക്കുക. അതൊന്നും ചെയ്യാതെ അവരെ ജീവിതം നശിപ്പിച്ച് പണ്ടാരം അടക്കി എന്നിട്ട് സ്നേഹാഭിനയവും അതൊക്കെ അഭിനയമാണ്. പക്ഷെ ഇതൊക്കെ എൻ്റെ മകള് തിരിച്ചറിയുന്ന സമയമുണ്ടല്ലോ, ജീവിതം എല്ലാം കയ്യിൽ നിന്ന് വിട്ടുപോകും, എല്ലാം പോവും. പിന്നെ ഒരു തിരിച്ചു വരക്ക് ഒരിക്കലും എൻ്റെ മകൾക്ക് പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴെൻ്റെ മോൾ വലിയൊരു ലോക്കിലാണ് പെട്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ ഒരു റെൻറ്റിനാണ് താമസിക്കുന്നത്, അവിടെ ഇത്രയും പൂച്ചയും പട്ടിയും കാര്യങ്ങളൊക്കെ ഇവർക്ക് പുറത്തിട്ട് ഒരിക്കലും നമ്മുടെ എറണാകുളത്ത് മിക്ക ഫ്ലാറ്റുകളിലൊന്നും വന്ന് താമസിക്കാൻ പറ്റത്തില്ല. ഒരു നല്ലൊരു ഫ്ലാറ്റോ നല്ലൊരു വീടോ താമസിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഈ പൂച്ചയും പട്ടിയൊന്നും ചില ആൾക്കാർക്ക് അലോഡല്ല, പെറ്റ് അലോഡല്ല. ചില ഫ്ലാറ്റ് ഇവിടെ എനിക്ക് അലോഡല്ല, പെറ്റിനെ വളർത്താനോ ഒരു സാധനം ഇവിടെ അലോഡല്ല. അതുപോലെ എത്ര വാടക വീടുകളിൽ ഇങ്ങനെ വളർത്താൻ പറ്റും? ഈ പുള്ളിയുടെ വീട്ടിൽ ഈ പുള്ളിക്ക് വളർത്താൻ സ്വന്തം വീടാണ്, അവിടെ ഇനി പൂച്ചയല്ല പട്ടിയല്ല കുതിരയല്ല ആനയായാലും കൊണ്ടുവയ്ക്കുക, അതൊരു പ്രശ്നമല്ല. പക്ഷെ ഒരു വാടക വീട് എടുക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കണം, ആ കൊച്ചിൻ്റെ ജീവിതം എന്തായിരുന്നു, ആ കൊച്ച് എങ്ങനെയാണ് ജീവിച്ചത് എന്നെല്ലാം ചിന്തിക്കണ്ടേ? ചിന്തിക്കാതെ അതിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഈ വഴിയിലും റോഡിലും കിടന്ന പൂച്ചേനെ പട്ടീനെയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ വെച്ചിട്ട് കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അതെന്താവും, അതിൻ്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചോ? പിന്നെ ഒരു കാര്യം, മനുഷ്യരെ സ്നേഹിക്കാൻ അറിയാത്തവരെങ്ങനെയാണ് മൃഗങ്ങളെ സ്നേഹിക്കുക? ഒരിക്കലും എനിക്ക് മനസ്സിലാവണില്ല, ഒരിക്കലും എനിക്ക് മനസ്സിലാവില്ല. മനുഷ്യരെ സ്നേഹിക്കാൻ പറ്റാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് മൃഗങ്ങളെ സ്നേഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആ കൊച്ചിൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കി. പിന്നെ ആണെങ്കിൽ അവൾക്ക് പല പല കാര്യങ്ങളുള്ളതാണ്, PCOD അങ്ങനെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അതെടുക്കേണ്ടതാണ്. അത് അമ്മ പറയുന്നത് കേട്ടു, തടി വെച്ച് ഊതി പെരുകിയിരിക്കുകയാണെന്ന്. അത് ഭക്ഷണം അവൾ എൻ്റെ അടുത്ത് നിന്ന സമയത്ത് ഞാൻ എല്ലാവർക്കും ഒരു ലിമിറ്റ് രീതിയിൽ കൊടുക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ ആ ലിമിറ്റ് രീതിയിൽ അവൾ കഴിക്കാറുള്ളായിരുന്നു, എപ്പോഴും ഡയറ്റിംഗ് ആയിരുന്നു. പക്ഷെ ഇപ്പം എന്ത് പറ്റി പുള്ളിക്കാരിക്ക്? ഇതൊന്നും ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കൊന്നും അറിയാൻ വയ്യ. പക്ഷേ എനിക്കത് കേട്ടപ്പോൾ മാനസികമായിട്ട് ഭയങ്കര വിഷമമായിപ്പോയി. ഇനി എത്ര കാലം ഇങ്ങനെ ജോലി ചെയ്യേണ്ട വരും? ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ പാർട്ട്ണർക്ക് വേണ്ടിയിട്ടോ ഈ ലൈഫ് ഇങ്ങനെ കളയുന്നത്? സ്വന്തം അമ്മേനെ വെറുപ്പിച്ച്, സ്വന്തം കുടുംബക്കാരെ വെറുപ്പിച്ച്, എല്ലാവരും ഇവള് വെറുപ്പിച്ചിട്ടല്ലേ ഈ വ്യക്തിയുടെ പോയത്? ആ വ്യക്തിനെ പിന്നെ വീട്ടിൽ വെറുക്കാനൊന്നുമില്ല, അത് വെറുത്തേയിട്ടിരിക്കുക. അന്നേരം എൻ്റെ മകളെ ആരുമില്ലാത്തവളാക്കി കളഞ്ഞ്, ഒരനാഥെ പോലെ ആക്കി കളഞ്ഞു അവളെ. കാരണം എനിക്ക് ഒരിക്കലും ആ വ്യക്തിയെ ഉൾക്കൊള്ളാനോ മരിക്കും കാലം വരെ എനിക്ക് പറ്റില്ല. കാരണം അത് പല പല കാരണങ്ങളുണ്ട്, അതിന് പല പല കാരണങ്ങൾ. അത് ആ വ്യക്തിക്കും അറിയാം, എൻ്റെ മകൾക്കും അറിയാം, അവരുടെ പേരൻസിനും അറിയാം, എൻ്റെ ബന്ധുക്കൾക്കും അറിയാം. എനിക്കൊരിക്കലും എൻ്റെ മകളെ ആ ഒരു വ്യക്തിയായിട്ട് ചേർന്നിരിക്കുന്നത് കാണാൻ പോലും എനിക്കിഷ്ടമില്ല. കാരണം ഞാൻ ആഗ്രഹിച്ച ഇങ്ങനൊരു മരുമകനെ അല്ല എൻ്റെ ലൈഫിൽ. എനിക്ക് ആഗ്രഹിച്ചൂടെ ഇതിൽ നല്ല അന്തസ്സുള്ളൊരു മരുമകൻ വരണമെന്ന്? അതെന്തെങ്കിലും തെറ്റുണ്ടോ?
ഇതിലും അന്തസ്സും അഭിമാനവും സമാധാനവും എല്ലാം കൊടുക്കുന്ന ഒരു മരുമോൻ എൻ്റെ ലൈഫിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ല. എന്താ തെറ്റുള്ളത്? ഒരിക്കലും തെറ്റില്ല. ഞാൻ എൻ്റെ ആഗ്രഹമാണ് അത്. അതായത് ഇങ്ങനൊരു മരുമോനെ അല്ല ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ ഏത് ജന്മത്തിൽ, ഞാൻ നേരത്തെ പറയുന്നത്, ഏതൊരു ജന്മത്തിൽ പുണ്യം ചെയ്താണ് എൻ്റെ മോനൂസേനെ നോക്കുന്നത്. ഞാൻ ഇപ്പം പറയാണ്, ഏതൊരു ജന്മത്തിൽ എൻ്റെ ശത്രുവായിരുന്നു എൻ്റെ മകള്. അതാണ് എൻ്റെ മകൾ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ കാരണം എൻ്റെ സിസ്റ്റർ കല്യാണം കഴിച്ചിട്ടില്ല. ഇനി എനിക്കൊരു കുട്ടി ഉണ്ടാകില്ല. പിന്നെ എൻ്റെ ബ്രദർ, എൻ്റെ മോനൂസിൻ്റെ കാര്യം അങ്ങനെ. അന്നേരം ഞങ്ങളുടെ ജനറേഷനിൽ ഞങ്ങളുടെ വംശം ഇവിടം വെച്ച് തീർത്ത് കളഞ്ഞു, ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു കഴിഞ്ഞ്. ആ ഒരു പാവമൊന്നും ഒരിക്കലും എൻ്റെ മകളെ വിട്ടിട്ട് ഈ ജന്മത്ത് പോവില്ല. ഒരാൾക്ക് നോർമലി കുട്ടി ഉണ്ടാവാത്തത് നോർമലി കുട്ടി ഉണ്ടാവാത്തത് നമുക്ക് വിശ്വസിക്കാം. നമുക്ക് അങ്ങനെ ചിന്തിക്കാം. നോർമൽ ഒരു സ്ത്രീക്ക് ഒരു കുട്ടി ഉണ്ടായില്ലെങ്കിൽ അവർക്ക് നോർമലായിട്ടൊരു അവർക്ക് ഉണ്ടാവില്ല. പക്ഷെ എൻ്റെ മകൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല ഇതിന് കുട്ടികളുണ്ടാവാത്തത്. ഇനി അങ്ങനെ ഉണ്ടായാൽ പോലും ആ ലെവൽ ഒരിക്കലും എനിക്ക് ചിന്തിക്കാനും പറ്റത്തില്ല. അതെന്ത് ഉദ്ദേശത്തിലാണ് ഞാൻ പറയുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായാലും പിന്നെ ഒരു കാലത്ത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ എൻ്റെ എല്ലാ വീഡിയോയും എല്ലാം എൻ്റെ മകൾ കാണുന്നുണ്ട്, എനിക്കല്ല വൃത്തിയായിട്ട് അറിയാം. ഞാൻ ചോദിക്കുക, എന്തിൻ്റെ ആവശ്യമായിരുന്നു ഇങ്ങനൊരു ലൈഫ് തിരഞ്ഞെടുക്കുന്നുണ്ട്? എന്തെങ്കിലും ഇതിൽ ഒരു ബെനിഫിറ്റോ ഇല്ലെങ്കിൽ ഒരു സന്തോഷമോ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് എൻ്റെ മകൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത്. ഒരിക്കലുമില്ല. അത് ഞാൻ 100% ഞാൻ എൻ്റെ മകളുടെ തലക്കടിച്ചിട്ട് പറയാം, എൻ്റെ മകൾ ഒരിക്കലും സന്തോഷവതിയായി ജീവിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. കഷ്ടതകളുടെ കഷ്ടത. പക്ഷേ അവൾ എന്നോട് ജീവിച്ചപ്പോൾ ഒരിക്കലും അവളെ കഷ്ടതകൾ അറിയിച്ചിട്ടില്ല. കാരണം പല ബുദ്ധിമുട്ടുകളും എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒന്നും എൻ്റെ മകളെ അറിയിച്ചിട്ടില്ല. അവൾക്ക് ഡ്രസ്സിന് ഡ്രസ്സ്, അവൾ പറയണ കാര്യങ്ങൾ എല്ലാം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പം അവളുടെ കോലം കണ്ട ദൈവം പോലും പൊറുക്കത്തില്ല. അവർ കൂടെ കൂടിയ ആ വ്യക്തി ആലോചിക്കണമായിരുന്നു അവൾ എന്തായിരുന്നു എന്നെന്ന്. ആ ഒരു പെൺകുട്ടീനെ ജീവിതത്തിൽ ചെന്ന് കയറി മാന്തി പിടിച്ച് വെച്ച് അവിടെ ജീവിതവും നശിപ്പിച്ച് പണ്ടാരം അടക്കി തന്നു. സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ചുകൂടെ? അവളെങ്കിലും ജീവിക്കാൻ വിട്ടുകൂടായിരുന്നോ? എന്തിനാണ് അവളുടെ ജീവിതം നശിപ്പിച്ചത്? ഒരു നല്ലൊരു ഫ്രണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവളെ പറഞ്ഞ് മനസ്സിലാക്കി അവളുടെ ജീവിതത്തോട്ട് അവളെ തിരിച്ചു വിടുമായിരുന്നു. അത് ചെയ്യാതെ ആ കൊച്ചിനെ ഇങ്ങനെ ഇറുക്കി പിടിച്ച് അതിൻ്റെ ജീവിതം നശിപ്പിച്ചൊക്കെ ഈ ജന്മത്ത് കുണം പിടിക്കില്ല. ഈ ജന്മത്ത് ആണയിട്ട് പറയാം, ഒരമ്മയുടെ വേദനയാണ്. നീ ഇത് കാണുന്നുണ്ടെങ്കിൽ പറയാണ്, നിനക്ക് ഈ ജന്മത്ത് നീ കുണം പിടിക്കൂല. കാരണം എൻ്റെ വംശമാണ് നീ ഒറ്റ ഒരുത്തൻ കാരണം നശിച്ചത്. ഇതിൻ്റെ ശാപം നീ മരിച്ചിനെ 100 ജന്മം എടുത്താൽ പോലും നീ ഈ ശാപത്തിന് നീ ഒരിക്കലും മുക്തി നിനക്ക് നേടില്ല. നീ ഇത് കാണുന്നുണ്ടെങ്കിൽ നിന്നോട് തീർത്ത് പറയാം. കാരണം അത്ര ക്രൂരതയാണ് നീ എൻ്റെ ഫാമിലിയോട് കാണിച്ചത്. അവൾ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ നീ പിന്നാലെ നടന്ന് ആ കൊച്ചിൻ്റെ ജീവിതം മാറ്റിച്ചു കളഞ്ഞു. നിനക്ക് ഒരിത്തിരി ഉളുപ്പുണ്ടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. നിനക്ക് എത്രയോ ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. നിനക്ക് എത്രയോ ഉണ്ടായിരുന്നു. നീ എന്തിനാണ് എൻ്റെ കൊച്ചിൻ്റെ പുറവിന് ഇങ്ങനെ വന്നത്? ഈ ദുഷ്ടത്തരം കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ ചോദിക്കും, മോള് എന്നെ അവള് സുഖമായിട്ട് ജീവിക്കല്ല. വഴി കടന്ന പൂച്ചേനെയും പട്ടീനെയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ചോറും കറിയും വെച്ച് കൊടുത്തോണ്ടിരിക്കുക. പൂച്ചയുടെ പ്രസവം എടുത്തോണ്ടിരിക്കുക. അവരെന്ത് ചെയ്യുന്നു ആ സ്പോട്ടിൽ? ആ കഴിവ് സ്വന്തം അമ്മ വയ്യാതെ കിടന്നപ്പോൾ നാഴി വെള്ളം തിളപ്പിച്ച് കൊടുക്കാൻ എൻ്റെ മകൾക്ക് പറ്റത്തില്ല. സ്വന്തം അമ്മ ആശുപത്രി കിടന്നപ്പോൾ നോക്കാനും സ്വന്തം മകൾക്ക് പറ്റിയിട്ടില്ല. പൂച്ചയ്ക്ക് സിസേറിയൻ ചെയ്യാൻ പറ്റുമായിരുന്നു. ഒന്ന് ആലോചിച്ച് കാലം പോയ പോക്കേ. ഈ പല ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റായി. ഒരു നേരം വന്ന് എന്നെ നോക്കാനോ ഇല്ലെങ്കിൽ എനിക്കൊരു നാഴി വെള്ളം തിളപ്പിച്ചാൽ എൻ്റെ മോക്ക് പറ്റിയില്ല. പൂച്ചയ്ക്ക് സിസേറിയൻ. ഒന്ന് ആലോചിച്ച കാലം പോയ പോക്കേ ഇവരുടെയൊക്കെ.
അതിനെ ഇടവെച്ച് കൊടുക്കുന്ന എവിടെ കണ്ടാലും ഒരു പൂച്ച സ്നേഹം പൂച്ചപ്രേമം അതിനെയൊക്കെ എടുത്തു കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുന്ന നീ നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഇത്ര ഉളുപ്പുണ്ടെങ്കിൽ അതിൻ്റെ ലൈഫിൽ അത് നല്ല വർക്ക് കിട്ടി നല്ല രീതിയിൽ ജീവിച്ചു പോട്ടെന്ന് ചിന്തിക്കാതെ അതിനെ വല്ലയിടത്തൊക്കെ ഇൻ്റർവ്യൂവിന് പറഞ്ഞു വിട്ട് ജോലിയൊക്കെ വാടക കൊടുക്കണം. ചുമ്മാതിരുന്ന വാടക കൊടുക്കാൻ പറ്റത്തില്ല. ആണുങ്ങളാണെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ആണുങ്ങൾക്ക് അന്തസ്സുണ്ടെങ്കിൽ ഇറങ്ങി നേരം വെളുത്ത് ജോലിക്ക് പോകണം, അല്ലെങ്കിൽ കിളയ്ക്കാൻ പോകണം. ഒരു പെണ്ണ് കൂടെ ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞാലേ അവളെ പൊന്നു പോലെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്ത ബോധമുണ്ട്. ഇല്ലേ ഇപ്പോൾ ചെരുപ്പ് കുത്ത്, അതിനൊരു അന്തസ്സുണ്ട്. ഇല്ല പോയി കിളക്ക്, അതിൻ്റെ അന്തസ്സുണ്ട്. ഇവനും മരുന്ന് മേടിക്കണമെങ്കിൽ അവള് പോയി ജോലി ചെയ്യണം. ഒരു ദിവസം ജോലിക്ക് പോയാൽ പിറ്റേ ദിവസം ഒരാഴ്ചത്തെ പിന്നെ പോത്തില്ല, പിന്നെ ടൂറാ. എന്താ ഉണ്ടാക്കാനാണ് നാണോ മാനോ കെട്ടത്. പിന്നെ നീ ഒരു കാര്യം വിചാരിക്കുന്നുണ്ടായിരിക്കും, ഏതെങ്കിലും ഒരു കാലത്ത് എൻ്റെ മുമ്പിൽ വരാം, എൻ്റെ മകളെയും കൊണ്ട് വരാമെന്ന്. ഞാൻ ചത്താൽ പോലും എൻ്റെ ദൃഷ്ടിയിൽ നീ വരരുത്. നീ എൻ്റെ മകളെ എൻ്റെ അടുത്തുനിന്ന് പറിച്ചുകൊണ്ട് നീ പോയതാണ്. പിന്നെ നിന്റെ വീട്ടുകാർ പറഞ്ഞാൽ നിന്നെ ഗുണ്ടയെ കൊണ്ടടിപ്പിക്കുന്നത്. എന്ത് കാര്യത്തിന്, എന്ത് ആവശ്യം എനിക്കുള്ളത് ഗുണ്ടയെ കൊണ്ട് അടിപ്പിക്കേണ്ടത്? ഇല്ല ഞാൻ ഗുണ്ടയെ കൊണ്ട് അടിപ്പിച്ചാൽ നീ തീരാന്നതേ ഉള്ളോ? ചോദിക്കട്ടെ. ഞാൻ നിന്നെ ഒന്നുമായിട്ടും കരുതിയിട്ടില്ല. പിന്നെ എൻ്റെ മകളുടെ അഹങ്കാരത്തിനാണ് നിന്റെ കൂടെ, ഈ പോക്കിലത്തെ നിന്റെ കൂടെ ഇറങ്ങി വന്നത്. അത് അവളുടെ അഹങ്കാരം. അല്ല, നീ എൻ്റെ മുമ്പിൽ ഒന്നുമല്ല. നീയും നിന്റെ ഫാമിലി എൻ്റെ മുമ്പിൽ ഒന്നുമല്ല. എൻ്റെ മകള് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ട് ഇത് നിന്റെ പാർട്ട്ണറെ കാണിച്ചു കൊടുക്കണം. എനിക്ക് പറയാനുള്ളതാണ്. കാരണം അന്നവൻ എൻ്റെ ഫ്ലാറ്റിൻ്റെ മുമ്പിൽ വന്നിരുന്ന് മോങ്ങി കണഞ്ഞ് കിണഞ്ഞൊക്കെ പിടിച്ച്, അന്നത്തെ ആ പ്രശ്നം നീയും അവനും കൂടെ എടപ്പള്ളി ജംഗ്ഷനിൽ കിടന്ന് ആടിയൻ്റെയാണ്. നീ എന്നെ നേരെ പിടിച്ച് എൻ്റെ ഫ്ലാറ്റിലോട്ട് കയറിയിട്ട് എൻ്റെ ചെക്കനെ കൊണ്ട് 450 രൂപ ഓട്ടോ കൂലിയും കൊടുപ്പിച്ചിട്ട് എൻ്റെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഈ വൃത്തികെട്ടവൻ ഈ ഒച്ചയും ബഹളവും എല്ലാം വെച്ചത്. അതിന് ഞാനൊരു ഉത്തരവാദിയല്ല. നീയും അവനും കൂടെ ചേർന്ന് ചെയ്ത പ്രവൃത്തിക്ക് നീ എന്ത് ഉദ്ദേശത്തിലാണ് എൻ്റെ വീട്ടിലോട്ട് വന്ന് കയറിയത്? എന്നെ നാണം കെടുത്താൻ എന്തിനാണ് എൻ്റെ വീട്ടിലോട്ട് വന്ന് കയറിയത്? പിന്നെ നിന്നോട് വേറൊരു കാര്യം ചോദിക്കാം. നീ പല പ്രാവശ്യവും നീ എന്നെ പാരാത്രിക്ക് വിളിച്ച് ഇവൻ്റെ വീട്ടിൽ വരുത്തിച്ചിട്ടുണ്ട്. അതൊക്കെ നിന്റെ സമാധാനമുള്ള ജീവിതമാണെന്നാണ് നിന്റെ വിചാരം? ചോദിക്കട്ടെ, നിന്റെ സമാധാനമുള്ള ജീവിതമാണെന്നാണ്? അതേ കണക്ക് അന്നത്തെ ലാസ്റ്റത്തെ പ്രസവത്തിൻ്റെ ഇടയ്ക്ക് നിന്റെ കൈ കിടന്ന 3 മോതിരം ആരോ അടിച്ചു മാറ്റിയെന്ന് എൻ്റെ സിസ്റ്റർ എന്നോട് പറഞ്ഞു. ഞാൻ നിന്നോട് ചോദിക്കട്ടെ, ആ വീട്ടിനകത്ത് നീ ഊരിവെച്ച മോതിരം ആരടിച്ചു മാറ്റാൻ? ഞങ്ങൾ ആരെങ്കിലും ആ വീട്ടിനകത്തോട്ട് കയറിയോ? നിന്റെ പാർട്ട്ണറും നിന്റെ അമ്മായിയമ്മയും നിന്റെ നാത്തൂനും നിന്റെ അമ്മായിയച്ഛനും അല്ലേ ആ വീട്ടിൽ ഇരുന്നത്? ഞങ്ങൾ ആരുമല്ല, ഞങ്ങളെല്ലാവരും ആ ഗേറ്റിന് പുറത്താണ് നിന്നത്. അത് ഞങ്ങളുടെ ഭാഗ്യം. ഇല്ലെങ്കിൽ പറഞ്ഞാൽ ഞങ്ങൾ എടുത്തുകൊണ്ട് പോയെന്ന്. ആ 3 മോതിരം എവിടെ പോയി? ഒന്ന് പറഞ്ഞു തരുമോ എവിടെ പോയെന്ന്? ഇത്തിരിയെങ്കിലും മൂള ഉണ്ടെങ്കിൽ ചിന്തിക്ക്. നീ ഒന്ന് ചിന്തിക്ക്, ഒരു ഇച്ചിരിയെങ്കിലും ചിന്തിക്ക്. ആ 3 മോതിരം എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് നീ ഒന്ന് ചിന്തിക്ക്. ആ വീട്ടിനകത്ത് നീ ഊരി വെച്ച നിന്റെ 3 മോതിരം എവിടെ നഷ്ടപ്പെട്ടു പോയെന്ന് എൻ്റെ മകളൊന്ന് ചിന്തിക്ക്. അതെൻ്റെ സിസ്റ്റർ പറഞ്ഞാൽ ഞാൻ അറിഞ്ഞത്. അപ്പം ഞാൻ മറുപടിയും കൊടുത്ത്. ഒന്നെങ്കിൽ അവൻ അറിയാതെ പോത്തില്ല, അവൻ്റെ വീട്ടുകാരറിയാതെ പോത്തില്ല. അവനെ തൻ്റെ അടുത്ത് മാറ്റിക്കൊണ്ട് വെച്ചിട്ട് വിറ്റിട്ട് കൊണ്ട് വീട്ടിലെല്ലാം നോക്കിക്കാണും. അത് തന്നെ സംഭവം. അല്ലാതെ ആരെടുത്തോണ്ട് പോകാൻ ആ വീട്ടിൽ നിന്ന്? മോതിരം കണ്ടില്ല എന്ന്, ഒറ്റയടിക്ക് കണ്ടില്ല എന്ന്. അന്നേരം വീട്ടുകാരെയും കള്ളരാക്കി എല്ലാം ചെയ്ത് അവൻ തന്നെ അടിച്ചോണ്ട് പോയത്. അത് ഉള്ള കറക്റ്റാ അത്. പിന്നെ അവൻ മേടിച്ചു കൊടുത്തതെന്നൊക്കെയാ പറയുന്നത്. എനിക്കറിയില്ല അവന് ഇതിനൊക്കെ പണം ഉണ്ടോയെന്ന്. ഇതിനൊക്കെ പണം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. മാന്യമായിട്ടും അന്തസ്സായിട്ടും നല്ല നല്ല ബന്ധങ്ങൾ വന്നപ്പോഴും അതൊന്നും പറ്റാഞ്ഞ് ലാസ്റ്റ് കണ്ടുപിടിച്ച ബന്ധമാണ് ഇപ്പം ഇരിക്കുന്ന ഈ സുന്ദര കുട്ടപ്പൻ.
ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ മോളെ, നിന്റെ ഫ്രണ്ട്സിൻ്റെ നിനക്ക് നാണക്കേടില്ലേ? ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. ഇപ്പം നിന്റെ ആദ്യത്തെ പാർട്ട്ണറെ നിന്റെ എല്ലാ ഫ്രണ്ട്സിനും അറിയാം, നിന്റെ കൂട്ടുകാരെ എല്ലാവർക്കും അറിയാം, നിന്റെ ആദ്യത്തെ ലവറെ നിന്റെ എല്ലാ ഫ്രണ്ട്സിനും അറിയാം. അവരെ മുമ്പിൽ ഈ ഒരു സാധനത്തിനെ കെട്ടിയെടുത്തുകൊണ്ട് എല്ലുമ്പം നിനക്കൊരു നാണവും ഇല്ലേ ചോദിക്കുന്നത്? ഈ പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നത് നിനക്കൊരു നാണമില്ലേ? ഒരു മനുഷ്യനായ ഒരു ഉളുപ്പ്. നീ പണ്ട് എന്നോട് ഇങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ട്, അത് ഓർമ്മ വേണം നിനക്ക്. വട്ടാന്ന് വരെ പറഞ്ഞിട്ടുണ്ട് നീ. അത് നിനക്കൊരു നാണോ മാനോ ഇല്ലെന്നാ ചോദിക്കുന്നത്. അന്നേരം നീ നോക്കിയപ്പം നിനക്ക് അച്ഛനില്ലാന്ന് തന്നെ ഞാൻ വളർത്തി കൊണ്ടുവന്ന് നീ പഠിക്കാത്തത് എൻ്റെ കുറ്റമല്ല. അത് നിനക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം നിന്നെ ഞാൻ എങ്ങനെയാണ് പഠിപ്പിച്ചതെന്നല്ല. ഓരോ ട്യൂഷൻ ക്ലാസ്സിലും ഓരോ വീട്ടിൽ ഓരോ മണിക്കൂർ ആൾക്കാർ വന്ന് ട്യൂഷൻ എടുത്ത് അവർക്ക് എത്ര വെച്ച് ഫീസ് കൊടുത്തിട്ടുണ്ടെന്ന് ദൈവത്തിനും അറിയാം, ആ മേടിച്ച ആൾക്കാർക്കും അറിയാം, എനിക്കും അറിയാം, എൻ്റെ ബാങ്ക് അക്കൗണ്ടിലും ഉണ്ട്. നീ പഠിക്കാത്തത് എൻ്റെ കുറ്റമല്ല. അന്നേരം ഇങ്ങനെയുള്ള ഊളകൾ നിന്റെ ലൈഫിൽ വന്നതുകൊണ്ടാണ് അന്ന് നീ പഠിക്കാഞ്ഞത്. അത് കഴിഞ്ഞ് നീ രണ്ടാമത് നിന്റെ ലൈഫിൽ നിന്നെ പുറത്ത് കൊണ്ടുപോയി. അവിടെ പോയപ്പോൾ നീ പറഞ്ഞു എൻ്റെ സിസ്റ്റർ കാരണം നിനക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല, നീ തിരിച്ചു പോരുന്നു. എന്നിട്ട് നീ അവളോട് പറഞ്ഞ് സിനിമ അഭിനയിക്കുകയാണ്, ഞങ്ങൾക്ക് അന്ന് പ്രൊഡക്ഷൻ ഞങ്ങളെ സ്വന്തമായിട്ട് സിനിമ ചെയ്യാൻ പോയ സമയത്ത് ആ സിനിമയിൽ അഭിനയിക്കുന്ന പേരും പറഞ്ഞ് ഞങ്ങൾ നിന്നെ ഇവിടെ പിടിച്ചു നിർത്തിയാണ്. നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞ് തിരിച്ചു പോന്ന് നീ ചെയ്തോ? ഇതൊക്കെ ചോദിക്കുമ്പോഴല്ലേ ചോദിക്കാൻ പറ്റൂ. നീ അത് ചെയ്തില്ല. അത് ചെയ്യാതെ നീ അവസാനം ഇതെല്ലാം കലങ്ങി തിരിഞ്ഞു കൊണ്ടുവന്ന് ഞങ്ങളുടെ രണ്ടിൻ്റെയും മണ്ടയിൽ അങ്ങോട്ട് ഇട്ട് കിടക്കട്ടെ, മോനൂസിൻ്റെയും മമ്മിയുടെ തലയിൽ. നീ ഇപ്പം ഈ ഒരു പാർട്ണർ തിരഞ്ഞെടുത്ത് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടാ? ഇല്ല ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് അറിയട്ടാ? ഒരിക്കലും നീ ഇങ്ങനൊരു ചതിച്ചൊന്ന് പെടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇത്ര ഒരു പോക്കണം കേട്ട ലൈഫിൽ നീ ചെന്ന് പെടുമെന്ന്. നീ ആലോചിക്കേ, നിന്നെ വളർത്തിയ ആൾക്കാരുടെ ലെവലൊക്കെ നീ ഒന്ന് ചിന്തിക്ക്. അവരുടെയൊക്കെ മുഖത്ത് നീ എങ്ങനെ നോക്കുമെന്ന്. നിന്നെ കുഞ്ഞിലെ മുതൽ പോറ്റി നടത്തി കൊണ്ടുവന്ന് വളർത്തി ഓരോ ആൾക്കാരുണ്ടല്ലോ, ഇവരൊക്കെ മോളൊന്ന് കണ്ണടച്ച് തുറന്ന് ആലോചിച്ചേ. ഇവരൊക്കെ അറിയുമ്പോൾ നിന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്ന് ചിന്തിക്ക്. ഓരോ ആൾക്കാരെ കുറിച്ച് നീ ആലോചിക്കുക. എന്നാലും നീ ഈ വളർത്തിയ ഏതെങ്കിലും ഒരാൾക്കാരോട് ആത്മാർത്ഥത ഉണ്ടായിരുന്നോ നിനക്ക്? ഈവൺ ഉഷയമ്മ, രാജേഷ്, അമ്പിളി, പേരെടുത്ത് പറയുമ്പോൾ അങ്ങനെ തന്നെ പറയണം. അമ്പിളി, അവരെയൊക്കെ പേര് അങ്ങനെ തന്നെ പറയണം. അമ്പിളി, ചിറ്റപ്പൻ, ഞാൻ, എൻ്റെ അമ്മ, എൻ്റെ സിസ്റ്റർ, എൻ്റെ മോനൂസ്. ഇപ്പം കുറച്ച് കാലമാണ് നിന്നെ നോക്കാൻ തുടങ്ങി മോനൂസ്. പിന്നെ നിന്നെ അറിയാവുന്ന നിന്റെ കുറേ ഫ്രണ്ട്സ്, നിന്റെ നാട്ടിലായാലും ഇവിടെ ആയാലും എവിടെയായാലും നിന്നെ അറിയാവുന്ന കുറേ ഫ്രണ്ട്സ്. ഇവരുടെ മുമ്പിൽ നീ എന്താ പറയാൻ പോകുന്നത്? ഇതിന് ഉത്തരം നീ എത്ര കാലമാണ് ഇത് പൊത്തി വെക്കുക? നമ്മൾ ഒരു അരിശത്തിന് എടുത്ത് ചാടാൻ എളുപ്പമാണ്, പക്ഷെ തിരിച്ച് കയറാനാണ് മോളെ പാട്. അതാണ് നീ ചെയ്തത്. നിന്റെ കുഴി നീ തന്നെ കുത്തി, അന്നേരം നീ തന്നെ അതിലോട്ട് ഇറങ്ങി നിന്ന്. ഇനി ആരെങ്കിലും മണ്ണുവാരി ഇട്ടാൽ മതി തലയിലോട്ട്. പക്ഷെ നീ ചെയ്ത തെറ്റെന്താണെന്ന് ഇപ്പോഴും മനസ്സിലാക്കുന്നത്. നീ ചെയ്ത ശരിയാണെന്നാണ് നിന്റെ ചിന്ത. ഞാൻ നിനക്ക് വേറൊരു കാര്യം ചോദിച്ചോട്ടെ. അന്ന് നിഖിലിൻ്റെ കല്യാണാലോചന വന്ന സമയത്ത് അവരെല്ലാ കാര്യങ്ങളും നമ്മോട് തുറന്നു പറഞ്ഞിട്ടാണ് ആ കല്യാണാലോചന വന്നത്. നിന്നോട് ചോദിച്ചതും നിനക്ക് വേണ്ടെങ്കിൽ നിനക്ക് ആ സ്പോട്ടിൽ എനിക്ക് താല്പര്യമില്ല എന്ന് പറയാമായിരുന്നു. ഇപ്പം സമാധാനത്തോടെ നിന്നോട് ചോദിക്കുന്നത്, താല്പര്യമില്ല എന്ന് പറയാമായിരുന്നു. പിന്നെ ഇല്ലെങ്കിൽ നീ ആ ചെറുക്കനോട് സംസാരിക്കാതിരിക്കണമായിരുന്നു. നീ അത് ചെയ്തില്ല. ആ പയ്യൻ്റെ അച്ഛൻ വന്ന് മോളോട് ഇഷ്ടമുണ്ടോ ഇല്ലെങ്കിൽ ഇത് താല്പര്യക്കുറവ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല അങ്കിൾ, എനിക്കിത് ഓക്കെ ആണെന്ന് നീ പറഞ്ഞു. പിന്നെ ആ പയ്യനുമായിട്ട് നീ സംസാരിച്ചു, ഫോൺ ചെയ്യുമായിരുന്നു. അവൻ്റെ ലൈഫിൽ അവനൊരു പാർട്ണറെ പോലെ നിന്നെ അവൻ ആക്കിക്കൊണ്ട് വരുമായിരുന്നു. ലൈഫിൽ ഒരു വലിയ ആപത്തിൽപ്പെട്ട് നിന്നൊരു വ്യക്തിനെയാണ് നീ വീണ്ടും ചെന്ന് ചതിച്ചത്. അത് നീ മനസ്സിലാക്കുന്നില്ല.
നീ അത് മനസ്സിലാക്കുന്നേ ഇല്ല. അവരുടെ ജീവിതത്തിൽ വലിയൊരു അടി കിട്ടിയിട്ട് അത് താങ്ങാൻ പറ്റുന്നതിലപ്പുറം താങ്ങി നിന്നിട്ടാണ് അവർ വീണ്ടും ആ പയ്യൻ നിൻ്റെ ജീവിതത്തിലോട്ട് വരാൻ പോയപ്പോൾ അവനെ നീ വീണ്ടും ചതിക്കുകയായിരുന്നു. അത് ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ആ ശാപം ഉണ്ടല്ലോ മോളെ, ഒരിക്കലും നിന്നെ വിട്ടുപോകില്ല. നീ ഈ ചെയ്ത ബാക്കി കാര്യങ്ങളെല്ലാം നീ വിടും. പക്ഷേ നിഖിലിനോട് നീ ചെയ്താതോ ആ പാപം ഒരിക്കലും നിന്നെ വിട്ടത് മാറില്ല. നീ എപ്പോഴും ആലോചിച്ചോ. പക്ഷെ നിൻ്റെ ഈ ലൈഫിൽ നീ ഒരിക്കലും ഒരു സമാധാനമായിട്ട് നീ ഒരു ദിവസം പോലും ഇരിക്കില്ല മകളെ. ഞാൻ നിനക്കത് എഴുതിത്തരാം. നിൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് തന്നെ നീ കൂട്ടിക്കോ. കാരണം ഞാനൊരു അമ്മയാണ് എന്ന് വെച്ചാൽ ഇത് ഈ പറയാൻ കൊള്ളാവൂന്ന്. പക്ഷേ ഞാനിത് പറയുന്നത് ഞാൻ അത്രയ്ക്ക് നിന്നെ സ്നേഹിച്ചത് കൊണ്ടാണ്. നീ പറഞ്ഞ എനിക്ക് മോനുസിനോടാ സ്നേഹമെന്ന്. മോള് ഒരു 1.5 വർഷത്തിന് മുമ്പ് ഒരു 8 മാസം എൻ്റെ അടുത്ത് നിന്ന് മാറി നിന്ന കാര്യം ഒന്ന് ആലോചിച്ചോ. അന്ന് മോള് ഈ അമ്മേനെ കുറിച്ച് ആലോചിച്ചായിരുന്നോ? അല്ല, ചോദിച്ചതിന് ആൻസർ പറയണേ. അന്ന് നീ എന്നെക്കുറിച്ച് ആലോചിച്ചായിരുന്നോ? അന്ന് എനിക്ക് കൂട്ടാരായിരുന്നു? മോനുസല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഞാൻ കിടക്കാത്ത ആശുപത്രിയിൽ ഏതൊക്കെയുണ്ട് നീ ഒന്ന് പറഞ്ഞേ. എനിക്കടിക്കാത്ത ഡിപ്രഷൻ ഉണ്ടോ? ഞാൻ ഇതിന് മരുന്ന് കഴിച്ചിട്ടില്ല. ഇതിൻ്റെ ഹോസ്പിറ്റലിൽ എനിക്ക് ആരാണ് എന്നെ കൊണ്ടുപോയി മരുന്ന് മേടിച്ച് തന്നത്? നീയല്ലേ? അന്നേരം ഇനിയെങ്കിലും ഞാൻ പറയാണ്, ജീവിതം ദൈവം രക്ഷപ്പെടാൻ പല മാർഗങ്ങൾ കൊണ്ട് തരും. അതിൽ പിടിച്ച് രക്ഷപ്പെട്ടോണം. അല്ലാതെ ഈ വള്ളി തൂങ്ങിക്കിടന്നു കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തവും ഇങ്ങനെ തൂങ്ങി കിടക്കാമെന്നല്ലാതെ പിടിച്ച് മേപ്പോട്ട് കയറിപ്പോവാന്ന് മോള് വിചാരിക്കണ്ട. ഇനി എന്നെക്കുറിച്ച് പറയാനൊന്നുമില്ല. ഞാൻ നിനക്ക് ഭക്ഷണം തന്നില്ല, നിന്നെ ഞാൻ നോക്കിയില്ല. പക്ഷെ ദൈവത്തിനും അറിയാം, എനിക്ക് ചുറ്റുമുള്ള ആൾക്കാർക്കും അറിയാം ഞാൻ എങ്ങനെയായിരുന്നു നിന്നെ നോക്കിയെന്നും എല്ലാവർക്കും അറിയാം. എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നിനക്ക് അവരെ ബോധ്യപ്പെടുത്തണം. മനസ്സിലായ? എന്തായാലും ഇങ്ങനെ ഡെയിലി ബസ്സൊക്കെ കയറി ചൂടൊക്കെ കൊണ്ട് പോയി ജോലി ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്ക്, അണ്ണാക്കിലോട്ട് ഇറക്കി കൊടുക്ക്. എന്നിട്ട് തിന്നട്ട്, അവിടെ ഇരുന്ന് കൊഴുക്കട്ട്. വേറെ ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എന്നിട്ട് ഇതെങ്കിലും നടക്കട്ടെ. പിന്നെ പൂച്ചേനെ പട്ടീനെ നോക്കി വീട്ടിൽ ഇരുന്നോളൂ. ചോദിച്ചാൽ ആ പേര് പറയാം. ഇന്ന് ജോലിക്ക് പോകാത്ത എന്താ? അയ്യോ, ഇത് പൂച്ചയും പട്ടി ഒറ്റയ്ക്കേ ഉള്ളു, അതുകൊണ്ട് ഞാൻ വീട്ടില്ല. അവളെന്ത് ചെയ്യാം? അവൾ ജോലിക്ക് പോയി, ഞാൻ വീട്ടിൽ പൂച്ചയും പട്ടീനെ നോക്കിക്കൊണ്ടിരിക്കാം. ആ ഒരു പദവി കൊടുത്ത് വീട് തൂത്ത് വാരി തുടച്ച് കുക്കിങ്ങൊക്കെ ചെയ്ത് വീട്ടിലൊരാളെ ആവശ്യമാണ്. അങ്ങനെ ആളവിടെ ഇരിക്കട്ടെ. നീ ഇങ്ങനെ പുറത്ത് പോയി ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ ബസ്സൊക്കെ പിടിച്ച് അങ്ങ് കയറി വാ. ഏതൊരു ഉദാമിലാണ് പോയി താമസിക്കുന്നത്. അയ്യോ കഷ്ടം, ജീവിതം പോയ പോക്ക്. പിന്നെ നീ പറഞ്ഞ് ഞാൻ താമസിച്ചത് കൊടുക്കില്ല. എനിക്ക് അത്രയും വലിയൊരു വീട് വേണ്ട. എന്തിനാണ് എനിക്ക് 3 ബെഡ്റൂമുള്ളൊരു വീട്? എന്തിനാണ്? ഞാൻ മാസം തോറും ജോലിക്കാർക്ക് പൈസ കൊടുക്കാനാ? എനിക്കതൊന്നും തൂത്തുവാരി തുടക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം തന്നെ എനിക്ക് ആ വീട് വേണ്ടാന്ന് വെച്ച് ഞാൻ തീരുമാനം. എൻ്റെ വീടിൻ്റെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്ന് രാമായണക്കാറ്റ് പാടിയല്ല, ഒരു കള്ളക്കരച്ചിലും ഒക്കെ. അന്ന് തുടങ്ങിയത് എനിക്ക് എരിച്ചില്. അന്ന് ആ രാമായണക്കാറ്റ് പാടിയതോടെ എനിക്ക് എങ്ങനെങ്കിലും അവിടെ നിന്ന് വന്നാൽ മതി എന്നുള്ള ഒരു ടെൻഷനായി. ഞാനൊരു ഉപദ്രവത്തിന് നിങ്ങളുടെ അടുത്തോട്ട് വന്നിട്ടുമില്ല. എന്നെ ഉപദ്രവിക്കാനാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. ഞാൻ ചോദിക്കാം, അന്ന് അവരെ വീട്ടിലെ ഫ്രണ്ടിൽ ആ പോലീസുകാർ ഇത്രയൊക്കെ വന്ന് നിന്നിട്ട് ഒരു മനുഷ്യനിറങ്ങി ആ വീട്ടിലെന്താണെന്ന് ചോദിച്ചില്ലല്ലോ. പക്ഷെ എൻ്റെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇപ്പോൾ ആൾക്കാർ തിരക്കില്ല എന്താ അവിടെ പ്രശ്നമെന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് എത്ര പേര് ഫോൺ ചെയ്ത് ചോദിച്ച്. എന്താ അവിടെ ആരും വരാഞ്ഞ? എന്ത് അത്രയ്ക്കുണ്ട് മഹിമ. രക്ഷപ്പെട്ടൂടെ കൊച്ചേ? ഉള്ളത് ചോദിക്കുക. ഇങ്ങനെയുള്ള ആൾക്കാരോടെ ജീവിക്കാതെ രക്ഷപ്പെട്ടൂടെ? സീരിയസ്ലി ചോദിക്കുക. എൻ്റെ അടുത്ത് വലിയ അന്തസ്സ് പറഞ്ഞിട്ട് പോയതാ. എനിക്ക് 24 വയസ്സുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ പോവാ. ഇപ്പോൾ ഒറ്റയ്ക്ക് പോയി ജീവിക്കാൻ പോയാണ് ഒരെണ്ണത്തിന് ദത്തെടുത്ത് കൂടെ വെച്ചേക്കുന്നത്. ദത്തെടുത്തെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ, അല്ലാതെ അത് പാർട്ണറാണെന്നും പറയാനൊന്നും ഒരിക്കലും പറ്റത്തില്ല. അതിനുള്ള അന്തസ്സും അഭിമാനമൊന്നുമില്ല.
ഇങ്ങനെ കറങ്ങി നടക്കാൻ മാത്രം അന്തസ്സ് അഭിമാനമുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പറഞ്ഞാലുണ്ടല്ലോ ഞാൻ ആരെയും പേടിക്കത്തില്ല. വാ തുറന്നടിച്ച് എന്നെ കൊണ്ട് എൻ്റെ വിരലിട്ട് കുത്തിച്ചിട്ട് പറയിപ്പിക്കരുത്. പറഞ്ഞാൽ എനിക്കിങ്ങനെ പെരുത്ത് വരും. ഞാൻ ഉള്ള എല്ലാം വിളിച്ചു പോവും. നീ ഇനി എൻ്റെ പേർ കൊണ്ട് കേസ് കൊടു. എൻ്റെ മമ്മി എന്നെ സോഷ്യൽ മീഡിയ വരെ ആക്ഷേപിക്കുന്നു കൊണ്ട് കേസ് കൊടുക്ക്. ഞാൻ അവിടെ വരാം. പെട്ടെന്ന് കൊടുക്കണം. നാളെയെങ്കിൽ നാളെ, മറ്റന്നാളെങ്കിൽ മറ്റന്നാൾ കൊണ്ട് കൊടുക്കുക. എൻ്റെ മമ്മി എന്നെ ആക്ഷേപിക്കുന്നു സോഷ്യൽ മീഡിയ വഴി. പെട്ടെന്ന് കൊടുക്കണേ. എന്നിട്ട് വേണം ഈ അങ്ങോട്ട് വരാൻ. ഇനി അങ്ങാണ് എൻ്റെ കൺമുമ്പിൽ വന്ന് പെട്ടാൽ തീർന്നു രണ്ടും. കാരണം ഇടയ്ക്ക് എനിക്കിങ്ങനെ പെരുത്ത് വരും. അപ്പം ഇത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് പ്രാന്തളവും. മനസ്സിലായ? ഓ, എന്ത് കഷ്ടതകൾ അനുഭവിച്ച് ജീവിച്ച ഒരു കുഞ്ഞ്. കഷ്ടതകൾ കെട്ടിക്കാൻ 2-3 അനിയത്തി പ്രായപൂർത്തിയായി പെരക്കകത്ത് നിൽക്കുക. എന്നിട്ട് വേണം ഇനി ജോലിക്ക് പോയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് അമ്മയും മമ്മിക്ക് കൊടുത്ത് അവരെയും കെട്ടിച്ച് വിട്ട് അവരെയും പഠിപ്പിച്ചിട്ട് രക്ഷപ്പെടാൻ. നാണുണ്ടോടി ഇതിനക്ക്? കുരുപ്പ്. സീരിയസ്ലി നിങ്ങൾക്ക് നാണമുണ്ടോ? എന്നാൽ നല്ലൊരു കഴിവുണ്ട്. ആ കഴിവെങ്കിലും നല്ല രീതിയിൽ കൊണ്ടുപോയി ജീവിക്കാൻ നോക്ക്. ഒരാൾക്ക് കിട്ടുന്ന പേയ്മെൻറ്റ് നിസ്സാര നിനക്ക് കിട്ടുന്ന പേയ്മെൻറ്റ് നിസ്സാര പേയ്മെൻ്റ് ഒന്നും അല്ലല്ലോ. അത്യാവശ്യം നല്ല പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴത്തെ സീരിയലിൽ കിട്ടി തന്നെ കിട്ടിയ നല്ല പേയ്മെൻറ്റ്. അതൊക്കെ എന്ത് ചെയ്ത്? കോവി ഇട്ടാ? ചോദിക്കാം, കോവി ഇട്ടാ? പൂച്ചയുടെ സിസേറിയണെന്ന് ഓടിക്കിടന്ന് പിരിവിരിക്കുന്നുണ്ടായിരുന്നല്ല. അതൊന്നും ഞാൻ അറിയത്തില്ലായിരുന്നാണ് വിചാരം. അതൊന്നും ഞാൻ അറിയത്തില്ലെന്ന്. സ്വന്തം അമ്മ ആശുപത്രി കിടന്നപ്പം പൈസ ഇല്ലായിരുന്നു. ഇപ്പം പൂച്ചയ്ക്ക് സിസേറിയൻ ചെയ്യാൻ പൈസ. അത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് പെരുത്ത് വരും. നീ ഇത് കാണണം. കണ്ടിട്ട് നാളെ തന്നെ നീ പോയി കാക്കാനാടോ ഇല്ലെങ്കിൽ തൃപ്പൂണിത്തറയിലോ കൊണ്ടുവന്ന് എൻ്റെ പേർക്ക് കേസ് കൊടുക്ക്. എൻ്റെ മമ്മി എന്നെ ആക്ഷേപിക്കുന്നു പറഞ്ഞു നീ കൊടുക്ക്. ഞാൻ അങ്ങോട്ട് വരാം. അത് പിന്നെ ഫേസ് ടു ഫേസ് നിന്ന് ആക്ഷേപിക്കാമല്ലോ. അവിടെ ആക്ഷേപം ഇത് നടക്കുന്ന ഉള്ള ബസ്സിലും കയറി അതും കണ്ട് ഇതും കണ്ട് ഞാൻ വരുന്നു. അവിടെ അവളെ ആരും കാണുന്നില്ലെന്ന്. അവിടെ വിചാരം അതാ, ആരും കാണുന്നില്ല. ഞാൻ ബസ്സിൽ പോകുന്നുണ്ട്. എന്നെ ആരും വെച്ചാൽ പോകുന്ന അടുത്ത് ഇത് ഷട്ടർ പിടിച്ചിട്ടുണ്ടാന്നല്ലേ ഇരിക്കുന്നത്. ഇവരാരും കാണത്തില്ലെന്നാ ചിന്ത. നാണമുണ്ടോടി? ചോദിക്കാം, നാണമുണ്ടോ? അതേ കണക്ക് നിൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് ചോദിച്ചു നിൻ്റെ കാര്യം. ഞാൻ അന്നേരം അവനോട് ചോദിച്ചു, അവൾ നിന്നോടൊന്നും പറഞ്ഞില്ലേ എന്ന്. അന്നേരം അവൻ എനിക്ക് തന്ന മറുപടി എന്ന് പറയട്ടെ, എന്തൊക്കെയോ പറഞ്ഞു മമ്മി, എന്തൊക്കെയോ അവിടെ ഇവിടെയും തൊടാതെ പറഞ്ഞു. അപ്പം ഞാൻ അവനോട് പറഞ്ഞ്, നീ ഒരു കാര്യം ചെയ്യ്, അവളെ വിളിച്ച് നീ സംസാരിക്ക്, ചോദിക്ക് എന്താ കാര്യമെന്ന്. ആരാന്നറിയോ? ആ ഹോസ്പിറ്റലിൽ ജോലിയുള്ള പയ്യൻ. നീ അവളോട് ചോദിക്ക് എന്താ പ്രശ്നമെന്ന്. അവളോട് ചോദിച്ചിട്ട് എന്തിനിങ്ങനെ ഒളിച്ചു വെച്ചോണ്ട് നടക്കുന്ന? പരസ്യമായിട്ട് പറയണം, ഞാൻ ജീവിക്കുന്ന ഒരാണിൻ്റെ കൂടെയാണ് എന്നങ്ങ് പറയണം. അന്തസ്സുണ്ടെങ്കിൽ പറ. അങ്ങനെ ഗേസ്, ഞാൻ ഇത്രയും പറഞ്ഞത് കേൾക്കാനുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ മക്കളെ വളർത്തുന്നത് നമ്മൾ കുറേ സങ്കല്പത്തിലൂടെയാണ്. പക്ഷേ എൻ്റെ സങ്കല്പം എല്ലാം പേട്ടയായിരുന്നു. ഞാൻ വളർത്തിയ മാവ് വെറും വേസ്റ്റ് പൂക്കാത്ത മാവാന്ന് കുറച്ച് കാലം ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ എൻ്റെ വിഷമം കൊണ്ടാണ് ഞാൻ വന്നിരുന്ന് പറയുന്നത്. കാരണം അവളിങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നു എന്ന് കേട്ടപ്പോൾ ഉണ്ടായ ഒരു ഫീലിങ്സ് അത്രമാത്രം ഇതിൽ കണ്ടാൽ മതി. അപ്പോൾ ബാക്കി പിന്നെ സംസാരിക്കാം. അപ്പം നാളെ ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ഓക്കെ, ബൈ ബൈ, ടാറ്റ.